ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സെയിൽ ഇന്ന് വരെ മാത്രമേ ഉള്ളൂ, അതായത് ഞായറാഴ്ച 19 തീയതി വരെ മാത്രമേ ഉള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങാം. ഞാനാണെങ്കിലും ചില ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നാമത് ഈ ഒരു ഡിജിറ്റലായിട്ടുള്ള ക്ലോക്ക്. ഈ ക്ലോക്ക് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്കൊരു ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് പവർ ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ ബാറ്ററിയിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞെക്കണം, സമയം എത്ര ആയി, മറ്റേ വാച്ചൊക്കെ ഞെക്കുന്ന പ്രസ് ചെയ്യുന്ന പോലെ എന്നാൽ മാത്രമേ ആവുള്ളൂ. അല്ലാത്ത രീതിയിൽ എപ്പോഴും ഓൺ ആവണമെങ്കിൽ പവർ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു അങ്ങനെയാണ്. പിന്നെ നമുക്ക് അത് അറിയുന്നുണ്ടായിട്ട് സംഭവം. പിന്നെ വാങ്ങിയ സമയത്താണ് ഞാൻ പിന്നെ സംഭവം അറിഞ്ഞത്. പിന്നെ ഈ ബാക്കത്തെ ഈ ഒരു ഫ്ലോർ ലാമ്പൊക്കെ വാങ്ങിച്ചു. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ പ്രൈസൊക്കെ. അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ചെറിയ സാധനത്തിന് കിട്ടുന്നില്ല, പക്ഷേ നല്ല ഡിഫറൻസ് ഫോൺസിലൊക്കെ കിട്ടും. അപ്പം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിച്ചോളൂ, രാത്രി വരെയുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, സാംസങ്ങിൻ്റെ S25 സീരീസ് അടുത്ത ബുധനാഴ്ച 22-ാം തീയതിയാണ് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ പുതിയ മോഡൽ, അതായത് S25 സ്ലിം എന്ന് പറഞ്ഞ പുതിയ മോഡൽ കൂടെ വരുന്നുണ്ട്. നോർമലി നമുക്ക് ബാക്കിയുള്ള മോഡൽ ഓൾറെഡി അറിയാം, സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ വലിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുന്നില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ. പക്ഷേ S25 സ്ലിം എന്ന് പറഞ്ഞാൽ പുതിയൊരു മോഡലാണ്. ഈ ഒരു ഫോൺ സ്ലിം ആയതുകൊണ്ട് ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 6.4 mm മാത്രമേ വരുന്നുള്ളൂ. സോ സാംസങ് ഇറക്കിയതിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള മോഡലായിരിക്കും S25 സ്ലിം എന്നുള്ളത്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ ഒരു ക്വാഡ് HD+ ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഫുൾ HD അല്ല, 2K റെസൊല്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 200 MB പ്രൈമറി ക്യാമറ, 50 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. പിന്നീട് ഒരു 3.5x ടെലിഫോട്ടോയും കൂടെ വരുന്നുണ്ട്. അത് എത്ര MB ആണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. 4000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. ബാറ്ററിയുടെ സൈസൊന്നും എന്തായാലും കുറഞ്ഞില്ല, കാരണം പുതിയ ടെക്നോളജി ടൈപ്പ് ബാറ്ററിയാണോ, സിലിക്കൺ കാർബൺ ബാറ്ററി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ബാറ്ററിയുടെ സൈസ് കുറക്കേണ്ട ആവശ്യമില്ല. പിന്നീട് 25 വാട്ടോ 45 വാട്ടോ എന്തായാലും ഉണ്ടാവും. ചിലപ്പം എനിക്ക് തോന്നുന്നില്ല 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവുന്നില്ല, 25 വാട്ടേ ഉണ്ടാവുള്ളൂ, കാരണം 4000 mAh ഒക്കെ ഉള്ളൂ. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവും. പിന്നീട് സ്നാപ്ഡ്രാഗൺ 888 തന്നെയായിരിക്കും ഈ ഒരു ഫോണിൽ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ഈ സ്പെസിഫിക്കേഷൻസ് കേട്ടപാടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രൈസ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ S25 പ്ലസും S25 അൾട്രയും അതിൻ്റെ ഒരു ഇടയിലായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. 1 ലക്ഷം രൂപയുടെ മേലെ എന്തായാലും ഇതിൻ്റെ അതെനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഇടയിലായിരിക്കും പ്രൈസ്. ഞാൻ വെറുതെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചമ്മി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഇടയിലായിരിക്കും എന്തായാലും ഇതിൻ്റെ പ്രൈസ് പോയിൻ്റ് വരുന്നത്. പിന്നീട് റിയൽമിയുടെ 2 ഫോൺസ് ലോഞ്ച് ചെയ്തു. 14 Pro സീരീസ്. അതിൽ 14 Pro എന്ന് പറയുമ്പോൾ നോർമലി പ്രോ സീരീസ് എന്ന് പറയുന്ന ഒരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡലാണ്. പക്ഷേ ഇതിൽ 14 Proയുടെ റിയർ ക്യാമറ, പ്രൈമറി ക്യാമറ ഓക്കെ എനിക്ക് തോന്നുന്നു IMX882 ആ സെൻസറാണെന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല, അതുണ്ട്. സെക്കൻഡറി ക്യാമറ വന്നിട്ട് 2 MB ഡെപ്ത് സെൻസറാണ്. ഡെപ്ത് സെൻസറാണ് റിയറിൽ കൊടുത്തത്. ഡെപ്താണോ മാക്രോണോ എന്തായാലും ഉപയോഗമില്ലാത്ത ക്യാമറ സെൻസറാണ് റിയറിൽ വരുന്നത്. 25,000 രൂപയുടെ ഫോണിൽ വൈഡ് ആംഗിൾ പോലും കൊടുക്കാൻ പറ്റുന്നില്ല, എന്നിട്ടും ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ട ഫോണാണെന്ന് പറയുന്ന റിയൽമി ഭയങ്കര മോശം. കഴിഞ്ഞ മോഡലിൽ അടക്കമുണ്ട് വൈഡ് ആംഗിൾ ക്യാമറ. എന്താണ് ബാക്കിയൊന്നും ഇതിലില്ല. അപ്പം എന്നാൽ പിന്നെ പറയും ഇതിൽ പെർഫോമൻസിനുണ്ട്, ബാക്കി എന്തെങ്കിലും ഉണ്ട്. ബാക്കിയൊന്നുമില്ല, ബാക്കിയൊക്കെ നോർമൽ മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ ക്യാമറയും കൊടുക്കുക, അതും കൊടുത്തിട്ടില്ല. പ്രോ പ്ലസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്യാമറയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് അവരെ ആ ഒരു പുതിയ ഗിമ്മിക്സ്, അതായത് 3 ഫ്ലാഷ്, അതിൽ 2 ഫോണും വരുന്നുണ്ട്. പിന്നീട് കളർ ചേഞ്ചബിൾ ആയിട്ടുള്ള ഡിസൈനൊക്കെയാണ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂസ്ഫുൾ അല്ലാത്ത കാര്യങ്ങളാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. ബേസിക്കലി ആ ഉണ്ടായ ക്യാമറ എടുത്ത് കളഞ്ഞു എന്നല്ലാതെ പ്രോ വേരിയൻ്റ് ഇനി ആരും ഞാൻ എടുക്കണം എന്ന് പറയുന്നില്ല. കാരണം അമ്മാതിരി തേപ്പ് സാധനമാണ് 14 Pro എന്ന് പറഞ്ഞാൽ. പ്രോ പ്ലസ് നല്ല മോഡലാണ്, കുഴപ്പമൊന്നും പറയാനില്ല. പ്രോ ഭയങ്കര മോശം. പിന്നീട് അതുപോലെ തന്നെ റിയൽമി പറഞ്ഞ സമയത്താണ് റിയൽമിയുടെ പുതിയ ഫോൺസ്. റിയൽമിക്കൊക്കെ ആണെങ്കിൽ ഒരു മാസം ഒരു 2-3 ഫോൺസ് ഇറക്കിയിട്ടില്ലെങ്കിൽ സമാധാനമേ വരില്ല. അപ്പോൾ ഇനി അടുത്ത ഫോൺ ഇതാ ഇപ്പോൾ P2 അൾട്ര അല്ല P3 അൾട്ര. P2 Pro ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, ഇപ്പോൾ അതാ 3 ഇറങ്ങലേ. P3 അൾട്ര പ്രോയും കൂടെ വരുന്നുണ്ട്. 3 അൾട്ര ആണെങ്കിൽ ഈ മാസം ലാസ്റ്റൊക്കെ വരുന്നൊക്കെയാണ് പറയുന്നത്. അതിലാണെങ്കിൽ 6000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. സോ അതിപ്പം നോർമലാണ്, എല്ലാ ഫോണിലും 6000 mAh ബാറ്ററി ബേസിക്കായിട്ട്. 5000 മാറി 6000 mAh ആയിരിക്കും എല്ലാ ഫോണിലും വരുന്നത്. അതിൻ്റെ മേലേക്ക് പോയാലേ ഒരു അതിശയമുള്ളൂ. പിന്നീട് P3 Pro ആണെങ്കിൽ അടുത്ത മാസം ഒരു 2nd-3rd വീക്കിലൊക്കെ ആ ഒരു ഫോണും കൂടെ വരും. എന്നാലും അതന്നെ, ഫോണിങ്ങനെ ഇറക്കണം, മാസം ഒരു 2 ഫോൺ ഇറക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അതെന്ത് ഫോൺ മാറ്റങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല, വെറുതെ അങ്ങ് ഇറക്കുക, മാർക്കറ്റിൽ അങ്ങ് ഇറക്കി വിടുക.
അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ, അതായത് 14 Pro സീരീസിന് ഒന്നിച്ച് തന്നെ ഒരു പുതിയൊരു ബഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. റിയൽമിയുടെ ബഡ്സ് വയർലെസ് 5 ANC എന്ന് പറഞ്ഞ ഒരു 1600 രൂപയുടെ ഒരു സംഭവമാണ്. ANC ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു ബാറ്ററി പാക്കപ്പ് 38 hours കിട്ടുന്നുണ്ട്. ഒരു 10 minutes ഒക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 20 മണിക്കൂറോളം കിട്ടുന്നതൊക്കെയാണ് പറയുന്നത്. അത്യാവശ്യം ആ ക്വാളിറ്റി മാത്രമല്ല. നെക്ക് ബാൻഡാണ്, എനിക്ക് പേഴ്സണലാക്കി നെക്ക് ബാൻഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എന്തോ ഉള്ള പോലെ ഒരു ഫീലിംഗ് ആണ്. എനിക്ക് അങ്ങനെ ഒരു ഇങ്ങനെ ആ ഒരു സുഖം കിട്ടുന്നില്ല. ഞാനൊക്കെ യൂസ് ചെയ്യുന്ന റിയൽമിയുടെ തന്നെ ബഡ്സാണ്. റിയൽമിയുടെ ടെക് ലൈഫ് ഫസ്റ്റ് മോഡലാണ്, T100 ആണെന്ന് തോന്നുന്നു. ഇപ്പം T200 ഉണ്ട് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. എന്നാൽ ടെക് ലൈഫ് ആ ഒരു മോഡലാണ്. 1500 രൂപക്കൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. സ്റ്റിൽ ഇത് ഞാൻ കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയുടെ ടൈമിലാണ് വാങ്ങിച്ചത്. 1 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്, ഇഷ്യൂസ് ഒന്നുമില്ല. ചില സമയത്ത് നമ്മളിപ്പം ഓപ്പൺ ചെയ്തിട്ട്, ഇപ്പോൾ ഓപ്പൺ ആക്കുക, ചിലപ്പം ബ്ലൂടൂത്ത് അറ്റ ഓൺ ആയിട്ടുണ്ടെങ്കിൽ കണക്റ്റ് ആവും. ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു ബഡ് കണക്റ്റ് ആവും, മറ്റേ ബഡ്സ് കണക്ട് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ അത് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഒന്നും കൂടെ കണക്റ്റ് ആവും. അങ്ങനെ ചില ഒരു ടെക്നിക്കൽ ഇഷ്യൂ, അത് യൂസ് ചെയ്യുന്നവരൊക്കെ പറയുന്ന സംഭവം തന്നെയാണ്, എനിക്ക് മാത്രമുള്ള പ്രശ്നമല്ല. അതല്ലാതെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, സീനൊന്നുമില്ല. പിന്നീട് ഓപ്പോയുടെ ഫൈൻഡ് N5 എന്ന മോഡൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൾഡബിൾ ഫോൺ എന്ന് പറഞ്ഞത്. അതിൻ്റെ ചില ലീക്കായിട്ടുള്ള ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇതിൽ കാണുന്നുണ്ട്, അതായത് അതിൻ്റെ നമ്മുടെ ഈ Type-C പോർട്ടിൻ്റെ അത്രത്തോളം മാത്രമേ അതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. അത്രക്കും തിക്ക് കുറഞ്ഞൊരു മോഡൽ കാണാനൊക്കെ നല്ല രസമില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഈ ഒരു ഫോൺ വരുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം കാണുന്ന സമയത്ത് ഈ തിക്നെസ് കുറഞ്ഞുകൊണ്ട് നല്ല രസമൊക്കെ ഉണ്ട്, കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാനും ഭയങ്കര ചെറുതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ IQ9SE ഫോൺസിന് ചെറിയ ഇഷ്യൂ അല്ല, ഫോണേ അടിച്ചു പോയിട്ടുണ്ട്, മദർ ബോർഡ് അടിച്ചു പോയിട്ടുണ്ട്. നിങ്ങളുടെ ഫോണൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ പേരൊക്കെയാണ് കാണിക്കുന്നത്, ഓണാവുന്നില്ലെങ്കിൽ സംഭവം ഒന്നും അറിയേണ്ട, മദർ ബോർഡ് പോയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് മദർ ബോർഡ്, ഏറ്റവും എക്സ്പെൻസീവ് അത് തന്നെയാണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി പോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കാട്ടും നല്ല പുതിയ ഫോൺ വാങ്ങുക എന്നുള്ളതാണ്. അപ്പം IQ ഫോൺസിൽ മദർ ബോർഡ് അടിച്ചു പോകുന്ന ഇഷ്യൂ വന്നിട്ടുണ്ട്. ഒരു സമയത്ത് റെഡ്മി, പോക്കോ ഫോൺസൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ മദർ ബോർഡൊക്കെ ഇഷ്യൂ വന്നത്. ഇപ്പം IQക്കൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം, ഒരു ഫോൺ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പം ഭാവിയിൽ എത്ര ഫോൺ വരുമെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പം അടുത്ത ആഴ്ച നമുക്ക് മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള S25 സീരീസ് വരുന്നുണ്ട്. എത്രത്തോളം ആൾക്കാരാണ് വെയിറ്റ് ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യുക എന്തായാലും. അപ്പോൾ നമ്മുടെ വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ 8 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.